അതെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റത്തൂർ ഫ്രീ തിങ്കേഴ്സ് എന്ന സംഘടനയുടെ ആദ്യത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സാബു എം ഫിലിപ്പിന്, വെള്ളിക്കുളങ്ങര സ്വദേശി. 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം നാട് വിട്ടു പോയ ഒരാളാണ്. പിന്നീട് വല്ലപ്പോഴും അച്ഛനന്മാരെ കാണാൻ വന്ന് തിരിച്ചു പോകുന്ന ഒരു പരിചയം മാത്രമേ ഈ നാടുമായിട്ടുള്ളൂ. എനിക്കിവിടുത്തെ ആളുകളെയോ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളെയോ ഒന്നും പരിചയമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ എന്നോട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 വർഷം മുമ്പ് പറഞ്ഞിരുന്നു, കോടാലി LP സ്കൂളിൽ സ്ഥിരമായിട്ട് യുക്തിവാദികളുടെ പരിപാടി നടക്കാറുണ്ടായിരുന്നു. ഒരു 10-50 വർഷം മുമ്പ്. അപ്പോൾ അരനൂറ്റാണ്ടായിട്ട് കോടാലിയിൽ ഇത്തരം പരിപാടികൾ നടന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, നമ്മുടെ അറിവിലില്ല. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമുക്ക് ഈ പഞ്ചായത്ത് അത്തരത്തിലുള്ള പരിപാടികൾ തുടങ്ങിക്കൂടാ? കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് മറ്റത്തൂർ. അത് വിസ്തീർണത്തിലല്ല, വിസ്തീർണത്തിൽ നമ്മളെക്കാൾ വലിയ പഞ്ചായത്തുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള അതിരപ്പള്ളി പഞ്ചായത്ത് നമ്മളെക്കാൾ വലിപ്പമുള്ളതാണ്. ജനസംഖ്യയിൽ കേരളത്തിലെ 1ാമത്തെ പഞ്ചായത്താണ് മറ്റത്തൂർ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു ടൗൺഷിപ്പാണ് നമ്മുടെ കോടാലി. കോടാലിയുടെ പ്രത്യേകത, ഇവിടെ ഒരു ബിവറേജ്, ശരിക്കല്ല, ഒരു ബിവറേജ് വരണമെങ്കിൽ എല്ലാ വർഷത്തിലും 3 പ്രാവശ്യം വില കൂട്ടുന്ന മദ്യം വാങ്ങിച്ച് കുടിക്കാൻ തക്ക സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യർ ഇവിടെയുണ്ട്. ഇവിടെ ഒരു ബാറുണ്ട്, ഇവിടെ 2 മൾട്ടിപ്ലക്സ് ഉണ്ട്, രണ്ടും കൂടെ 4 സ്ക്രീൻ സിനിമ കളിക്കുന്നുണ്ട്, എല്ലാം AC. ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളുണ്ട്, നമ്മൾ നിൽക്കുന്ന അവിടെയാണ്. മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ പരിമിതമായ അറിവിൽ കോടാലി കേരളത്തിലെ ഏറ്റവും അതിവേഗം വളരുന്ന ചെറു പട്ടണങ്ങളിൽ ഒന്നാണ് കോടാലി. ഒരുപക്ഷെ 1ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കാം, തെളിവൊന്നും എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ ഊഹിച്ച് പറയാം. അങ്ങനെയുള്ള കോടാലിയിൽ ഈ ബാറും മൾട്ടിപ്ലക്സും ബിവറേജും മറ്റ് സ്ഥാപനങ്ങളും മാത്രം മതിയോ? ഇവിടെയുള്ള മനുഷ്യന്, ചിന്തിക്കുന്ന മനുഷ്യന്, അവന് ഒത്തുകൂടാനും അവന് സംസാരിക്കാനും അവൻ്റെ ആശയങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വാങ്ങാൻ ഉള്ള ഒരു വേദി കൂടെ വേണമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ അടക്കമുള്ള കുറച്ച് പേർക്കുണ്ടായി. അങ്ങനെയാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു 1 ഡേ പ്രോഗ്രാം അല്ല, ഇന്നത്തെ മാത്രം പരിപാടിയല്ല, ഇതിന് തുടർച്ചയുണ്ടാവും. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും വരും കാലങ്ങളിൽ കഴിയുന്നത്ര മാസത്തിലൊരിക്കലെങ്കിലും ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സംഘടനയെ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് തുടക്കത്തിൽ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം, കാലക്രമത്തിൽ പ്രതിമാസ ചർച്ചകൾ പലവിധ വിഷയങ്ങളെക്കുറിച്ച് നടത്തുക. അത് നമ്മൾ ഇതുപോലെ ഒരു വലിയ രീതിയിലല്ല, ഇപ്പോൾ വലിയ ചിലവുണ്ടെന്ന പരിപാടിക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ ചിലവുണ്ട്. വലിയ ചിലവില്ലാതെ തന്നെ ചെറിയ രീതിയിലെങ്കിലും എല്ലാ മാസവും ഒരു 25 പേരെങ്കിലും പങ്കെടുക്കുന്ന പരിപാടികൾ കോടാലിയിൽ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിവിടെ ഈ പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് 4 പ്രഭാഷകരാണ്, ഞാനടക്കം 4 പേര്. എനിക്ക് ശേഷം സംസാരിക്കാൻ പോകുന്നത് ശ്രീ PB ഹരിദാസൻ. അദ്ദേഹം നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. റിട്ടയേർഡ് ബാങ്ക് മാനേജറാണ്. അദ്ദേഹം ക്യാപിറ്റലിസം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം സംസാരിക്കുന്നത് ഡോക്ടർ രജനി. അവർ ലൈംഗികതയും ആരോഗ്യവും, സെക്സ് ആൻഡ് ഹെൽത്ത് എന്ന വിഷയത്തിൽ സംസാരിക്കും. അതിനുശേഷം നമുക്കെല്ലാവർക്കും സുപരിചിതനായ ശ്രീ വേണു അറിയാം, ഒരു മുൻ നക്സലാണ്. പിന്നീട് അദ്ദേഹം നക്സൽസ് തള്ളി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് തള്ളി പറഞ്ഞു.
അദ്ദേഹം ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചു. അപ്പോൾ എൻ്റെ അഭ്യർത്ഥന, ഇന്ന് ഇവിടെ വന്ന എല്ലാവരോടും ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നത്, ഇതൊരു ഒറ്റ പരിപാടിയായി കാണാതെ തുടർ പരിപാടികളിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും കൂട്ടി അടുത്ത പരിപാടികളിലും പങ്കെടുക്കണം. അങ്ങനെ മറ്റത്തൂർ ഫ്രീ തിങ്കേഴ്സ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു സാംസ്കാരിക സംഘടനയോടോ ഒരു ജാതി മത സംഘടനയോടോ അടുപ്പമോ കൂറോ ഇല്ലാത്ത, തികച്ചും കഴിയുന്നത്ര, ആ വാക്ക് ശ്രദ്ധിക്കണം, കഴിയുന്നത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. കാരണം 100% സ്വതന്ത്രമായിട്ട് ഈ ലോകത്ത് ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. എവിടെയെങ്കിലും ആരുടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിയുന്നത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റത്തൂർ ഫ്രീ തിങ്കേഴ്സിൻ്റെ അർത്ഥം സ്വതന്ത്ര ചിന്തകർ എന്നാണ്. മറ്റത്തൂർ സ്വതന്ത്ര ചിന്തകർ എന്ന ഈ സംഘടനയുടെ തുടർ പരിപാടികളിലും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നിവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ വിഷയം മുന്നാക്ക സംവരണവും പിന്നാക്ക വിടുതലും എന്നാണ്. ഞാൻ ഉച്ചരിക്കുന്നത് മുന്നോക്കം പിന്നോക്കം എന്നാണ്. പക്ഷേ എൻ്റെ ചില എന്നേക്കാൾ കൂടുതൽ പാണ്ഡിത്യമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, പുതിയ ഭാഷ പ്രകാരം മുന്നോക്കമല്ല മുന്നാക്കമാണ്, മുന്നോട്ടുള്ള ആക്കം, പിന്നോട്ടുള്ള ആക്കം. അതുകൊണ്ടാണ് ഒരു തിരുത്തൽ വരുത്തി മുന്നാക്ക പിന്നാക്ക എന്ന് എഴുതിയിരിക്കുന്നത്. ഈ വിഷയം പൊതുവെ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ആളുകൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത വിമുഖത കാണിക്കുന്ന ഒരു വിഷയമാണ്. അതിന് കാരണത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല, പല കാരണങ്ങളുണ്ടാകാം. ഇതിനെക്കുറിച്ച് പറയുന്നത് ജാതി സംഘടനകൾ മാത്രമാണ് ഈ വിഷയം അവതരിപ്പിക്കുക. രണ്ട് തരത്തിലാണ്. ചില ജാതി സംഘടനകൾ ഞങ്ങൾക്ക് സംവരണം വേണം, ഇതിൽ കൂടുതൽ വേണം എന്ന് പറയുകയും മറ്റ് ചില ജാതി സംഘടനകൾ ആദ്യം സംവരണം കൊടുക്കണ്ട എന്ന് പറയും. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളോ സാംസ്കാരിക സംഘടനകളോ ശാസ്ത്ര സംഘടനകളോ ഒന്നും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. ഇത് കേൾക്കുന്ന ആളുകളെല്ലാം വളരെ പെട്ടെന്ന് ഇതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കും. അല്ലാതെ ഇതിനെ ന്യൂട്രലായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഇതിനെ കാണാൻ പൊതുവെ ആരും തയ്യാറില്ല. ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. അതായത് മുന്നോക്കക്കാർക്ക് 2019 ശ്രീ നരേന്ദ്രമോദി സർക്കാരും അതിന് തൊട്ടു മുമ്പ് ശ്രീ പിണറായി വിജയൻ സർക്കാർ, ആ മുദ്ര ശ്രദ്ധിക്കണം, നരേന്ദ്രമോദി സർക്കാർ മാത്രമല്ല, തീവ്ര വലതുപക്ഷ സർക്കാരായ നരേന്ദ്രമോദിയുടെ സർക്കാരും തീവ്ര ഇടതുപക്ഷ സർക്കാരായ പിണറായി വിജയൻ സർക്കാരും ഒരു മനസ്സോടെ ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ ഇവിടെ നടപ്പാക്കിയ ഒരു സംവരണമാണ് മുന്നോക്ക സംവരണം. അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ സംവരണം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിലുള്ള 100 കണക്കിന് രാഷ്ട്രീയ പാർട്ടികൾ, ഒരു MP പാർട്ടി മുതൽ 300-ൽ കൂടുതൽ MP ഉള്ള BJP വരെയുള്ള ഒരു പാർട്ടികളും അതിനെ എതിർത്തില്ല, കൈയടിച്ച് പാസ്സാക്കി. വളരെ പെട്ടെന്ന് ലോകസഭയും പാസ്സാക്കി, രാജ്യസഭയും പാസ്സായി. രാജ്യസഭ പാസ്സായി എന്ന് അറിഞ്ഞപ്പോഴേക്കും പ്രസിഡന്റ് ഒപ്പിട്ടു. പ്രസിഡന്റ് ഒപ്പിട്ടാലും ഒരു ബില്ല് നിയമമുള്ളൂ. എല്ലാവരും കൂടെ വളരെ പെട്ടെന്ന് ഒരു വെടിക്കെട്ടിൻ്റെ സ്പീഡിൽ ഈ ബില്ല് നിയമമാക്കി. അത് നിയമമാക്കി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസികളും, അത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാവട്ടെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാവട്ടെ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളാവട്ടെ, സംസ്ഥാന റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളാവട്ടെ, എല്ലാവരും ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ
തിടുക്കത്തിൽ ഇത് നടപ്പാക്കുകയും ചെയ്തു. ഇതിനെ എതിർത്ത രണ്ടേ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ പാർലമെൻറ്റിൽ എതിർത്തത്. ഒന്നിൻ്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, PK കുഞ്ഞാലിക്കുട്ടിയും മറ്റേ കക്ഷിയുടെ പേര് MP യുടെ പേരെന്താണ്, പൊന്നാനി MP, വായിൽ വരുന്നില്ല, ശരി ആരാവട്ടെ, മുഹമ്മദ് ബഷീർ, ET മുഹമ്മദ് ബഷീർ, ഈ രണ്ട് MP മാരും അതിനെ എതിർത്തു. ഹൈദരാബാദിലുള്ള ഒരു ഇസ്ലാമിക പാർട്ടി, ഓൾ ഇന്ത്യ മജ്ലിസെ ഇസ്ലാമിയ എന്തോ സംതിങ് പേരുള്ള AIMIM എന്നാണ് പേര്, അതിൻ്റെ MP ആണ് ഒരാൾ ഒവൈസി. ഈ 3 MP മാരും മാത്രമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ നിയമത്തെ എതിർത്തത്. ദളിത് പാർട്ടിയായ BSP, OBC പാർട്ടികളായ സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, DMK, ജനതാദൾ S, ജനതാദൾ U, ജനതാദൾ A to Z ഒരു പാർട്ടിയും എതിർത്തില്ല. എതിർത്ത ഒരേ ഒരു പ്രസ്ഥാനം ഈ 2 മുസ്ലിം പാർട്ടികൾ മാത്രമാണ്. അതിൻ്റെ കാരണം എന്താണെന്നും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. അങ്ങനെ ഈ നിയമം പാസ്സായി. ഇപ്പോൾ എൻ്റെ വിഷയം ഈ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർ, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എമംഗ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് എന്നാണ് അതിൻ്റെ ഫുൾ പേര്. അപ്പോൾ ഈ ചുരുക്ക പേര് EWS എന്നാണ്. എന്തൊരു സൗണ്ട് വരുന്നത്? EWS എന്നാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഈ സംവരണം വന്നതോടുകൂടി നമ്മുടെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പോയോ, കേബിൾ വിട്ടുപോയോ? ഓക്കെ ശരി. അപ്പോൾ ഈ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയം മുന്നാക്ക സംവരണവും പിന്നാക്ക വിടുതലും എന്നാണ്. വിടുതൽ എന്ന വാക്ക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. പൊതുവെ ആ വാക്ക് ഉപയോഗിക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. പെന്തക്കോസ്തുകാർക്ക് അവർ ഇങ്ങനെ കൂട്ടത്തോടെ ബഹളം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ, പ്രേത ഭൂത പിശാചുക്കളിൽ നിന്നുള്ള വിടുതൽ, ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഒരുപാട് ടൈപ്പ് വിടുതലുണ്ട്. അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്ന വിടുതൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ മോക്ഷം, അല്ലെങ്കിൽ ഫ്രീഡം, സ്വാതന്ത്ര്യവും മോക്ഷം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മുന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം വന്നതോടുകൂടി അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആ മുന്നോക്ക വിഭാഗങ്ങളല്ല, പിന്നാക്ക വിഭാഗങ്ങളാണ്. അത് പറയുമ്പോൾ എന്താണ് പിന്നാക്ക വിഭാഗം എന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഭരണഘടനയിൽ പിന്നാക്ക ജാതികൾ എന്നൊരു വിഭാഗമില്ല, പിന്നാക്ക വിഭാഗമാണ്. OBC എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ്, കാസ്റ്റ് അല്ല. പക്ഷേ നമ്മൾ പലരും ഉപയോഗിക്കുന്നത് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്നാണ്, പിന്നോക്ക ജാതി. അങ്ങനൊരു വാക്കില്ല. മലയാളികൾ, പ്രബുദ്ധരായ മലയാളികൾ സംസാരത്തിലും എഴുത്തിലുമൊക്കെ പിന്നോക്ക ജാതികൾ എന്നെഴുതുന്നു. നമ്മുടെ അത്രയും പ്രബുദ്ധരല്ലാത്ത തമിഴർ ആ വാക്ക് എഴുതില്ല. അവർ പകരെഴുതുന്നത് പിൻപൊരുത്തപ്പെട്ട ജാതികൾ എന്നാണ്. ആ വ്യത്യാസം മനസ്സിലായോ? ഞാൻ സ്വയം എന്നെ പിന്നോക്ക ജാതി എന്ന് വിളിക്കുന്നു. ഞാൻ തമിഴനാണെങ്കിൽ ഞാൻ വിളിക്കുക, ഞാൻ പിൻപൊരുത്തപ്പെട്ട ജാതി എന്ന് പറഞ്ഞാൽ പിന്നോക്കമാക്കപ്പെട്ട ജാതി. ഞാൻ പിന്നോക്കല്ല, ആരൊക്കെ എന്നെ പിന്നോക്കമാക്കിയിരിക്കുകയാണ് എന്ന് എടുത്തു പറഞ്ഞു. പ്രബുദ്ധരല്ലാത്തത് കൊണ്ട് നമ്മളെക്കാൾ കുറച്ചുകൂടെ ബുദ്ധി കൂടുതലുണ്ടെന്ന്
എനിക്ക് സംശയമുണ്ട് തമിഴന്മാർക്ക്. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മളാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ വാക്കിന് ഇന്ത്യൻ ഭരണഘടനയിലോ ഇന്ത്യയുടെ ഗവൺമെൻറ് രേഖകളിലോ ഒന്നും ബാക്ക്വേർഡ് കാസ്റ്റ് ഇല്ല, ക്ലാസ്സേ ഉള്ളൂ. OBC എന്ന് പറഞ്ഞാൽ അത് ബാക്ക്വേർഡ് ക്ലാസ്സാണ്. മറ്റു പിന്നോക്ക വിഭാഗം എന്ന് മലയാളത്തിലും അന്യ പിച്ചഡേ വർഗ് എന്ന് ഹിന്ദിയിലും പറയും. ഇതിൽ ജാതികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏകദേശം 100ഓളം ബ്രാഹ്മണ ജാതികൾ ഈ OBC ലിസ്റ്റിലുണ്ട്. മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്ന OBC ലിസ്റ്റിൽ ഏതാണ്ട് 100ഓളം ബ്രാഹ്മണ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരും പിന്നോക്കമാണ്. പിന്നോക്കത്തിൻ്റെ മാനദണ്ഡങ്ങൾ 3ആയിരുന്നു: എഡ്യൂക്കേഷണൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക്. വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവും സാമ്പത്തികപരവുമായ പിന്നോക്കാവസ്ഥ ഉള്ള ആളുകളെയാണ് ഈ OBC ലിസ്റ്റിൽ മണ്ഡൽ കമ്മീഷൻ ഉൾപ്പെടുത്തിയത്. അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. അത് പറഞ്ഞ് നമ്മുടെ സമയം ഒരുപാട് പോയിട്ട് പോകും. ഞാൻ വളരെ ചുരുക്കി 2-3 കാര്യം പറയാം. ഒരു പർട്ടിക്കുലർ കാസ്റ്റ് അതിലൊരു ഫാക്ടറാണ്. ജാതി അതിൽ ഒരു ഫാക്ടർ മാത്രമാണ്. ഈ 3 മാനദണ്ഡങ്ങൾ വേണം: സോഷ്യൽ, എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക്. ഇതിൽ സോഷ്യലിലാണ് ജാതി വരുന്നത്. ആ ജാതിയുടെ ഘടന പ്രത്യേകത, ഏതെങ്കിലും ഒരു ജാതി പുറകിലാണ് അല്ലെങ്കിൽ പിന്നോക്കമാണെന്ന് മറ്റ് ജാതിക്കാർ അംഗീകരിക്കണം. ഒരു ജാതിക്കാരെ വെറുതെ പറഞ്ഞാൽ പോരാ. ഇപ്പം നമ്പൂരി പറയുകയാണ് ഞാനൊരു പിന്നോക്കക്കാരനാണ്. എല്ലാ അർത്ഥത്തിലും നമ്പൂരി പിന്നോക്കമായിരിക്കാം, സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ പിന്നോക്കമായിരിക്കാം. പക്ഷേ മറ്റ് ജാതികൾ അംഗീകരിക്കില്ല. നീ ഉയർന്നവനാണ്, നീ ബ്രാഹ്മണനാണ്, നീ ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് വന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ പൂർത്തും. അപ്പോൾ മറ്റ് ജാതികൾ അംഗീകരിക്കാത്തതുകൊണ്ട് അയാൾ OBC ആവില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ 100 കണക്കിന് ബ്രാഹ്മണ ജാതികൾ മണ്ഡൽ കമ്മീഷൻ്റെ OBC ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. കേരളത്തിലും 2 ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസ് OBC ലിസ്റ്റിലുണ്ട്. ഒന്ന് മറാത്ത ബ്രാഹ്മിൺസും സൗരാഷ്ട്ര ബ്രാഹ്മിൺസും. മറാത്ത ബ്രാഹ്മിൺസ് കൂടുതലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. സൗരാഷ്ട്രക്കാർ കേരളത്തിൽ അവിടെ കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. അവർ വളരെ പിന്നോക്കമാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ നിശ്ചയിക്കാൻ കുറേ ഘടകങ്ങളുണ്ട്. ഞാൻ ഇതിപ്പോൾ എൻ്റെ വിഷയത്തിൻ്റെ ഭാഗമല്ല, എങ്കിൽ പോലും ഞാൻ ചുരുക്കി പറയാം. അത് 10ാം ക്ലാസ് പാസ്സായ മൊത്തം ജനങ്ങളുടെ എണ്ണം ഇൻ കമ്പാരിസൺ ടു ദ സ്റ്റേറ്റ് ആവറേജ്. സംസ്ഥാനത്തെ മൊത്തം 10ാം ക്ലാസ് പാസ്സായവരുടെ ശരാശരിയും ഈ പർട്ടിക്കുലർ സമുദായത്തിലെ 10ാം ക്ലാസ് പാസ്സായവരുടെ ശരാശരിയും തമ്മിലുള്ള ഒരു റേഷ്യോ. ഇനി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അതും ഒരു ഫാക്ടറാണ്. സ്റ്റേറ്റിലെ ടോട്ടൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസ നിലവാരം തമ്മിലുള്ള റേഷ്യോ. മറ്റൊന്ന് വിവാഹപ്രായം. 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കുന്ന കുട്ടികൾ സ്റ്റേറ്റ് ആവറേജും ഈ പർട്ടിക്കുലർ ജാതിയും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് കണക്കൂട്ടിയിട്ടാണ് ഈ OBC ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ ചില ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസും വന്ന് പെട്ടുപോയത്. ഇതൊക്കെ പഴയ കഥകളാണ്, ഞാനിപ്പോൾ അതിലേക്കൊന്നും വരുന്നില്ല. നമ്മൾ ഇന്നത്തെ വിഷയം അല്ലാതെ, പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു മാത്രമേ. ഇന്നത്തെ വിഷയം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 2024 ജനുവരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം അവർ റിലീസ് ചെയ്ത ഒരു 6, 7, 8 റാങ്ക് ലിസ്റ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരുപാട് റാങ്ക് ലിസ്റ്റ് കൊണ്ടുവന്നാൽ അത് മുഴുവൻ വായിക്കാനോ പറയാനോ ഇവിടെ സമയമുണ്ടാകില്ല. കാരണം എനിക്ക് ശേഷം 3 പ്രഭാഷകരുണ്ട്. മറ്റൊന്ന്, ഇവിടെ സ്ക്രീനില്ല. പ്രൊജക്ടറും സ്ക്രീനും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലിസ്റ്റുകളൊക്കെ സ്ക്രീനിലിട്ട് നിങ്ങളെല്ലാവരെയും കാണിക്കാമായിരുന്നു. നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കാമായിരുന്നു. സ്ക്രീനില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പം ഞാൻ ആദ്യം കുറച്ച് റാങ്ക് ലിസ്റ്റുകൾ വായിക്കാം.
ഞാൻ ആദ്യം വായിക്കുന്നത് ആദ്യമായിട്ട് വായിക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. നിങ്ങൾക്കറിയാം കേരള PSC ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് 2 ലെവലിലാണ്, ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും. വളരെ കൂടുതലുള്ള പോസ്റ്റുകളാണെങ്കിൽ ഓരോ ജില്ലയ്ക്കും പ്രത്യേകമായിട്ട് റിക്രൂട്ട് ചെയ്യും. വളരെ കുറച്ച് പോസ്റ്റുകളുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ഒട്ടാകെ സ്റ്റേറ്റ് ലെവലിലും റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വില്ലേജ് ഓഫീസിലും 2-3 പേരുണ്ടാവും. അപ്പോൾ ഒരു ജില്ല തന്നെ ഒരുപാട് പോസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ജില്ലാ അടിസ്ഥാനത്തിൽ കണ്ണൂർ റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് ഇതിൻ്റെ സെലക്ഷൻ. ഇതിൻ്റെ ഡേറ്റ് 10/1/2024 കഴിഞ്ഞ മാസം ഇറക്കിയ ലിസ്റ്റാണ്. ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് ഞാൻ എല്ലാത്തിൻ്റെയും ഒരു പേജ് എടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് പേജ് ഉണ്ടാവും, ചിലതൊക്കെ ചിലത് കുറച്ചായിരിക്കും. ഒരുപാട് പേജ് എടുത്താലൊന്നും വായിക്കാൻ സമയമില്ല, ഒരുപാട് ഫോട്ടോ കോപ്പി എടുക്കേണ്ടി വരും. ഫസ്റ്റ് പേജ് അതിന് മെയിൻ ലിസ്റ്റ് എന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ട് PSC പരീക്ഷ എഴുതിയവരുണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ഒരാളുണ്ട്. വേറെ ആരുണ്ടോ PSC എഴുതിയവർ? നിങ്ങൾ കൈവെക്കൂ. PSC എഴുതിയ ആളുകൾ കൈവെക്കൂ. 5-6 പേരുണ്ട്. അപ്പോൾ അവർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ PSC എഴുതാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. എനിക്ക് ഇവിടെ പ്രൊജക്ടറില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ മെയിൻ ലിസ്റ്റിൽ 22 പേരാണ് ഫസ്റ്റ് പേജുകൾ. 22 പേരെ ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യത്തെ 22 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന റാങ്ക് വാങ്ങിയ 22 പേര്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. ആ 22 പേരിൽ അവരുടെ ഓരോരുത്തരുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവരുടെ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ 22 പേരിൽ 1, 2, 3, 4 പേര് മാത്രമേ ജനറൽ കമ്മ്യൂണിറ്റി ഉള്ളൂ. 4 പേര് ജനറൽ കമ്മ്യൂണിറ്റിയാണ്. 18 പേര് റിസർവേഷൻ കമ്മ്യൂണിറ്റിയാണ്. ഇത് ഏറ്റവും ടോപ്പ് റാങ്കാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വന്ന ലിസ്റ്റാണ് മെയിൻ ലിസ്റ്റ് എന്ന് പറയാം. മറ്റേ കമ്മ്യൂണിറ്റിയുടെ ലിസ്റ്റുകൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയും. അതിൽ ഈഴവ, തീയ, ബിലവ ഒരു ലിസ്റ്റ്, മുസ്ലിം വേറെ, ലാറ്റിൻ കാത്തലിക് വേറെ, നാടാർ വേറെ, SC വേറെ, ST വേറെ, അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അതെല്ലാം സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. മെയിൻ ലിസ്റ്റ് പറഞ്ഞാൽ മെറിറ്റ് യോഗ്യത, ഏറ്റവും കൂടുതൽ കഴിവ് തെളിച്ചത്. അത് 22 പേരുടെ ഫസ്റ്റ് ലിസ്റ്റിൽ 18 പേരും റിസർവ്ഡ് കാറ്റഗറിയാണ്, 4 പേര് ജനറലാണ്. അടുത്ത തമാശ പറയാം. ഈ 4 ജനറൽ ആരാണെന്ന് നമുക്കറിയില്ല. അവർ സംവരണ സമുദായത്തിൽപ്പെട്ട 8 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമോ 5 ഏക്കറിൽ കൂടുതൽ കാർഷിക ഭൂമി ഗ്രാമങ്ങളിൽ ഉള്ളവരോ 1000 സ്ക്വയർ ഫീറ്റിലുള്ള വീട് നഗരങ്ങളിൽ മുനിസിപ്പാലിറ്റികളിലൊക്കെ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള വീടുള്ളവരോ ആകാം. അവർ പട്ടികജാതി പട്ടികവർഗം ഒഴികെ ഏത് ജാതിയിൽപ്പെട്ടവരോ ആവാം. അവരാണ് ജനറൽ. അല്ലാതെ അത് നമ്പൂരിയോ നായരോ ഒന്നുമല്ല. ജനറൽ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള എല്ലാ വ്യക്തികളും പെട്ടു. SC ST ഒഴികെ. SC ST പെട്ടില്ല. അവർ 8 അല്ല 80 ലക്ഷം കിട്ടിയാലും 8 കോടി കിട്ടിയാലും അവർ സംവരണത്തിൽ തന്നെ വരും. പക്ഷേ മറ്റ് സമുദായങ്ങൾ അതിൽ സവർണൻ, അവർണൻ, മുന്നാക്കം, പിന്നോക്കം എല്ലാം പെടും. അപ്പോൾ ഈ 4 പേര് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വഴിയില്ല. അവർ ഏത് ജാതി നമുക്കറിയില്ല. അപ്പോൾ ആ 4 പേരും ഒരു പക്ഷേ 8 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള സംവരണ സമുദായത്തിൽ പെട്ടവരാകാം. നമുക്കറിയില്ല. ആകാം. ഇനി ഈ ലിസ്റ്റിൽ ഇത് പോസ്റ്റ് ശ്രദ്ധിച്ചല്ലോ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റാണ്. ഇത് വളരെ താഴ്ന്ന പോസ്റ്റാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മതി. വില്ലേജ് ഓഫീസറുടെ കൂടെ നടക്കുന്ന ഒരു പ്യൂണ് പോലത്തെ ഒരു പോസ്റ്റ് തന്നെ, ഏകദേശം പ്യൂണ് തന്നെ. അതിൽ 13ഉം 14ഉം 2 റാങ്കിൽ മാത്രമേ EWS ഉള്ളൂ. EWS പറഞ്ഞാൽ ഞാൻ കുറച്ച് പറഞ്ഞല്ലോ, സംവരണം കിട്ടാതിരുന്ന സമൂഹങ്ങൾ, മുന്നാക്കം എന്ന് പറഞ്ഞ സമൂഹങ്ങളിലെ 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾ, മുന്നാക്കത്തിലെ പിന്നാക്കം, അവർ 2 പേരേ ഉള്ളൂ 22ൽ. 13ഉം 14ഉം റാങ്കുകാർ.
ഈ ലിസ്റ്റിൽ 20ാമത്തെ റാങ്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് വണ്ണാനാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റാണ്, പുള്ളി മെറിറ്റിൽ കയറിയേക്കാണ്. ബാക്കി എല്ലാവരും വെളുത്തേടൻ, വിശ്വകർമ്മ, തീയ, ഈഴവ, മുസ്ലിം എല്ലാവരും ഉണ്ട് ഒരു ലിസ്റ്റ് വരും. ഇനി അടുത്തത് ഒരു ഉയർന്ന പോസ്റ്റാണ്. ഞാനിപ്പോൾ പറഞ്ഞത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറുടെ പെട്ടി നോക്കി പുറകെ നടക്കുന്ന ഒരു കക്ഷിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അടുത്തത് അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ. ഇത് കേരള സിറാമിക്സ് ലിമിറ്റഡ്, ഒരു പബ്ലിക് സെക്ടർ കമ്പനി, ഗവൺമെൻറ് അല്ല കമ്പനിയാണ്. ആ കമ്പനിയിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ, സർക്കാരിൻ്റെ ഉടമസ്ഥലുള്ള കമ്പനി. അതിൽ ഈ അസിസ്റ്റൻറ്റ് മാനേജറിൽ മെയിൻ ലിസ്റ്റ് 20 പേര് പാസ്സായിട്ടുണ്ട്. 20. ആ 20 പേരിൽ 1, 2, 3, 4, 5 പേര് ജനറൽ കാസ്റ്റാണ്. 15 പേര് റിസർവേഷൻ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഈ 5 പേരും ഒരു പക്ഷേ 8 ലക്ഷത്തിൽ കൂടുതൽ പ്രതി വർഷം വാർഷിക വരുമാനമുള്ള സംവരണ സമുദായങ്ങളിൽപ്പെട്ട ഈഴവർ, ലാറ്റിൻ കാത്തലിക്സ്, മുസ്ലിംസ്, നാടാർ, വിശ്വകർമ്മ, അങ്ങനെയുള്ള പല ജാതികൾ അതിൽപ്പെട്ടവരാകാം. കാരണം അവരുടെ ജാതി കാണിക്കില്ല. 8 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ ജാതി കാണിക്കില്ല, അവർ ജനറലായി. അല്ലെങ്കിൽ അവർ നായരോ നമ്പൂരിയോ നസ്രാണിയോ അങ്ങനെയാവാം, നമുക്കറിയില്ല. അപ്പോൾ 20 പേരിൽ 5 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി 15 പേരും OBC എഴുത്തച്ഛൻ, OBC വേലൻ, മുസ്ലിം, തീയ, ഇഴവ, കൃഷ്ണവാഗ, വിശ്വകർമ്മ, കണക്കൻ SC ഉണ്ടോ, OBC എഴുത്തച്ഛൻ, ഈഴവ, തീയ, SC തണ്ടാൻ, SC വേലൻ, ST മലയറയൻ. ST മലയറയൻ 20ാമത്തെ റാങ്കാണ്. മലയറയനാണ്, ആദിവാസിയാണ്. അദ്ദേഹം പോലും മെറിറ്റിൽ കയറിയിരിക്കുന്നു. ഞാനിത് ഈ പ്രഭാഷണം കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ഇവിടെ തന്നിട്ട് പോവാം, നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്രീനിൽ കാണിക്കാൻ നിവൃത്തിയില്ല, സ്ക്രീനില്ല, എന്ത് ചെയ്യാൻ പറ്റും. അടുത്തത് കേരള പബ്ലിക് സർവീസ് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദം. ആയുർവേദത്തിലെ ഡ്രഗ്സ് ഇൻസ്പെക്ടർ, അതിന് BAMS ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്നുള്ള ആ ഒരു കോഴ്സ് പാസ്സാവണം. ഏകദേശം MBBSനോട് അടുപ്പമുള്ളൊരു കോഴ്സാണ് BAMS. നമുക്കറിയാലോ, ആയുർവേദ ഡോക്ടർമാരുടെ ഡിഗ്രിയാണ്. പണ്ടത്തെ പാരമ്പര്യ ഡോക്ടർമാരായിരുന്നു, ഇപ്പോൾ അത് പറ്റില്ല. BAMS പാസ്സാവണം. അത് വളരെ ഉയർന്ന സാലറിയുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. ലിസ്റ്റ് ഇറങ്ങിയേക്കുന്നത് ഇതേപോലെ 10/1/2024 ഇതിൻ്റെ കഴിഞ്ഞ മാസം. ഈ ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ 21 പേരുണ്ട്. ഞാൻ ഒരു പേജ് മാത്രമേ ഇത് പ്രിൻ്റ് എടുത്തിട്ടുള്ളൂ. 21 കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ 21 എഴുതിയിട്ടുള്ളൂ, വേറെ ഒരു പേജ് മാത്രം. ആ ഒരു പേജിൽ 1, 2, 3, 4, 5, 6, 7, 8 പേര് ജനറൽ കാസ്റ്റ്. ബാക്കി 21-ന് 8 പോയി കഴിഞ്ഞാൽ 13 പേര് റിസർവേഷൻ കമ്മ്യൂണിറ്റിയാണ്. അതിൽ SC STക്കാർ ആരുമില്ല. വിശ്വകർമ്മ, മുസ്ലിം, OBC കണിയാൻ, ഇത്രയും പേരുള്ളൂ. ഇവരാണ് ഈ 13 പേര്. 8 പേര് ജനറൽ കാസ്റ്റാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ആ ജനറൽ കാസ്റ്റ് എന്ന് പറയുന്നവർ ഏത് ജാതി സമൂഹത്തിൽപ്പെട്ടവരും ആകാം, നമുക്കറിയില്ല. 8 ലക്ഷത്തിന് മേലെ വരുമാനം വേണം. അടുത്തത് ഒരു ചെറിയ പോസ്റ്റാണ്. ഞാൻ ചെറുതും വലുതും മിക്സായി എടുത്തേക്കണം, കാരണം എല്ലാ രംഗങ്ങളിലും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ്. ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ചെറിയ പോസ്റ്റാണ്. ഏറ്റവും താഴത്തെ നമ്മുടെ LD ക്ലർക്ക്, അതാണല്ലോ ഈ പ്യൂണിന് തൊട്ട് മേലുള്ള പോസ്റ്റാണ്, ലാസ്റ്റ് ഗ്രേഡിന് തൊട്ട് മേലുള്ള പോസ്റ്റാണ് LD ക്ലർക്ക്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മതി. അതിൻ്റെ ഒപ്പം വിദ്യാഭ്യാസമുള്ള പോസ്റ്റാണ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ക്ലർക്കും ആകാം, ടൈപ്പിസ്റ്റും ആകാം. സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് ഒരു കമ്പനിയാണ്. കോഴിക്കോടാണ് അതിൻ്റെ വലിയ ഫാക്ടറി ഉണ്ട് കോഴിക്കോട്. സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരളയിലെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൻ്റെ ഒരു ലിസ്റ്റാണ്. മെയിൻ ലിസ്റ്റിൽ ലിസ്റ്റ് പുറത്തിറങ്ങിയത് 19/1/2024 കഴിഞ്ഞ മാസം. മെയിൻ ലിസ്റ്റിൽ വെറും 10 പേരേ ഉള്ളൂ. ആ 10 പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ജനറൽ കാസ്റ്റ്. ഒരാൾ. 9 പേരും
റിസർവ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ആ 9 പേരിൽ 2 പേര് EWS ആണ്. എന്ന് പറഞ്ഞാൽ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർ. 8 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള മുന്നാക്ക ജാതികളിൽപ്പെട്ടവർ 2 പേരും ബാക്കി 7 പേര് പിന്നാക്ക സമുദായങ്ങൾ എന്ന് പറയുന്ന ഹിന്ദു നാടാർ, ലാറ്റിൻ കാത്തലിക്, മുസ്ലിം, ഹിന്ദു നാടാർ, മാപ്പിള, മുസ്ലിം, എൽസി ഇവരാണ്. മുസ്ലിമും മാപ്പിളയും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല കേട്ടോ. കുറേ അന്വേഷിച്ചു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? മാപ്പിള എന്ന് പറയുന്നത് മുസ്ലിം പറയുന്നുണ്ട്. എനിക്കവിടെ ഈ മലബാറിലെ മുസ്ലിങ്ങളെ മാപ്പിള എന്നും തിരുവിതാംകൂറിൽ മുസ്ലിം എന്നായിരിക്കും പറയുന്നത്, അറിയില്ല, എനിക്കറിയില്ല. ഒരു വലിയ വിഷയമാണ്, എല്ലാമൊന്നും പറഞ്ഞിരിക്കാൻ കഴിയില്ല. അടുത്ത ലിസ്റ്റ് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ. നമ്മൾ ആദ്യം വായിച്ചത് അതിനല്ലേ? ഇത് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ. അത് ലിസ്റ്റ് ഇറങ്ങിയത് 10/1/2024 ജനുവരി 20 കഴിഞ്ഞ മാസം. ആ ലിസ്റ്റിൽ 21 പേര് ലിസ്റ്റിലുണ്ട്. 1 2 3 4 5 6 7 8. ഞാൻ ഇത് തന്നെ പറഞ്ഞു ഇപ്പോൾ അല്ലേ? അപ്പോൾ പറഞ്ഞു തന്നെ ശരി, ഓക്കെ ഓക്കെ. അടുത്തത് ക്ലർക്ക് ഓഫ് ടൈപ്പിസ്റ്റ്, അത് പറഞ്ഞു. അടുത്ത് രസകരമായൊരു പോസ്റ്റാണ് ആയ. വളരെ ലോവസ്റ്റ് ഗ്രേഡാണ്, ലാസ്റ്റ് ഗ്രേഡാണ്. സാലറി വളരെ കുറവാണ്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. കോഴിക്കോട് ജില്ലയിലെ വ്യത്യസ്തമായ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ ആയ എന്ന പോസ്റ്റുണ്ട്. അതിനുള്ള സെലക്ഷൻ ജില്ലാടിസ്ഥാനത്തിലാണ്. അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 11 പേരുണ്ട്. 11 പേരിൽ ഈ ജനറൽ കാസ്റ്റ് ആരുമില്ല. 11 പേരും റിസർവ് കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാർ. പക്ഷേ 1ാം റാങ്ക് കിട്ടിയത് EWS ആണ്. എന്ന് പറഞ്ഞാൽ മുന്നാക്കക്കാരിലെ പിന്നാക്കം, അവർക്കാണ് 1ാം റാങ്ക്. ആയ എന്ന ഏറ്റവും താഴത്തെ പോസ്റ്റ്. ബാക്കിയൊന്നും വായിക്കുന്നില്ല. അടുത്തത് ജൂനിയർ ടൈപ്പിസ്റ്റ് പാർട്ട് 1. അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ കേരള. കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിലേക്കുള്ള ജൂനിയർ ടൈപ്പിസ്റ്റ്. മെയിൻ ലിസ്റ്റ് ഞാനീ വായിക്കുന്നതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, മെയിൻ ലിസ്റ്റ് മാത്രമാണ്, സംവരണ ലിസ്റ്റ് വായിക്കുന്നില്ല. മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റാങ്ക്, അത് പ്യുവർ മെറിറ്റാണ്. മത്സര പരീക്ഷയിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലും മാത്രം ഉണ്ടാക്കിയ ലിസ്റ്റാണ്. ജാതി മത പരിഗണന ഇല്ല. പക്ഷേ എങ്കിലും സ്ഥാനാർത്ഥികളുടെ പേരിൻ്റെ കൂടെ ജാതി എഴുതും. കാരണം ജാതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ശ്വസിക്കുന്നത് പോലും ജാതിയാണ്, ഊട് ഉറക്കത്തൊരു ജാതിയാണ്. അപ്പോൾ നമ്മൾ മെറിറ്റിൽ കയറിയാലും നമ്മുടെ പേരിൻ്റെ കൂടെ ജാതി എഴുതിയിരിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ വായിച്ച എല്ലാ ലിസ്റ്റുകളും മെറിറ്റ് ലിസ്റ്റാണ്, ജാതി ലിസ്റ്റല്ല. ജാതി ലിസ്റ്റ് വേറെ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ, സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയാം. അതിന് ആവശ്യം നമുക്കില്ല, ഇവർ വായിച്ചു മനസ്സിലാവും. ഇതിൽ ഈ ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈപ്പിസ്റ്റ് പാർട്ട് 1 മെയിൻ ലിസ്റ്റിൽ 13 പേരുണ്ട്. 1 2 3 പോസ്റ്റ് മാത്രമേ ജനറൽ ഉള്ളൂ. EWS 1 2 3 EWS ഉണ്ട്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എമംഗ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്, മുന്നാക്കക്കാരിലെ പിന്നാക്കം. ഞാൻ ചില വാക്കുകൾ പല പ്രാവശ്യം ആവർത്തിക്കുകയാണ്, കാരണം എൻ്റെ കേൾക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും മനസ്സിലാക്കാതെ പോകരുത് ചോദിച്ചിട്ട്. അടുത്ത് പ്രീ പ്രൈമറി ടീച്ചർ. അത് കോഴിക്കോട് ജില്ല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കുറച്ചൊരു ഉയർന്ന സ്കെയിലുള്ളൊരു പോസ്റ്റാണ്, പ്രീ പ്രൈമറി ടീച്ചർ. അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 9 പേരേ ഉള്ളൂ ആകെ. ആ 9 പേരിൽ 2 പേര് മാത്രമാണ് ജനറൽ കാസ്റ്റ്. 2 പേര് എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കൂടുതൽ ഉള്ളവർ മാത്രമാണ് ഇതിലുള്ളൂ. അത് 2 പേരുണ്ട്. ബാക്കി എല്ലാവരും റിസർവേഷനാണ്. അതിൽ EWS സംവരണം കിട്ടിയ ഒരാൾ 2ാം റാങ്കിലുണ്ട്. ഒരു കുട്ടിയുണ്ട് EWS 2ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്. 1ാം റാങ്ക് തീയ, 2 ഫോർവേഡ് കാസ്റ്റ്, 3 ഈഴവ, 4 വിശ്വകർമ്മ, 5 കൗത്തിയൻ, 6ഉം 7ഉം ജനറൽ, 8 തീയ, ലാസ്റ്റ് 9ാമത്തെ SC ഷെഡ്യൂൾഡ് കാസ്റ്റ് 1 അടുത്തത് വളരെ രസകരമായ ഒരു ലിസ്റ്റാണ്.
നിങ്ങൾ അല്പസ്വല്പം ഞെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയറിൽ ബലമായിട്ട് പിടിച്ചിരുന്നുള്ളൂ. അടുത്ത ലിസ്റ്റ് കേൾക്കുമ്പോൾ ഞെട്ടണ്ട. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അറബി പ്രൊഫസർ UGC സ്കെയിൽ കേരള കോളേജിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് സെലക്ഷനാണ്. കേരള ഒട്ടാകെ 18/1/2024 ഇറക്കിയ ലിസ്റ്റാണ്. ഞാൻ ഈ ലിസ്റ്റെല്ലാം എടുത്തത് 24 ഈ വർഷത്തെ ജനുവരി മാസമാണ്. കാരണം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. 5 കൊല്ലോ 10 കൊല്ലോ 9 ലിസ്റ്റല്ല, ഏറ്റവും ലേറ്റസ്റ്റ്. ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു അതാണ് പറയുന്നത്. ഈ ലിസ്റ്റിൽ പ്ലീസ് ലിസൺ വെരി കെയർഫുള്ളി. ഈ ലിസ്റ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ കോളേജിലെ പ്രൊഫസർ ഏകദേശം എനിക്ക് തോന്നുന്നത്, എനിക്ക് കൃത്യതയില്ല, 1 ലക്ഷത്തിനടുത്ത് ശമ്പളം കിട്ടും. ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 15 പേരുണ്ട്. ആ 15 പേരിൽ ഒരാൾ പോലും ഇല്ലാതെ 15 പേരും 14 പേര് മാപ്പിള, ഒരാൾ മുസ്ലിം. 14 മാപ്പിള, ഒരാൾ മുസ്ലിം. ഈഴവ, തീയ, ബില്ലവ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഇതെല്ലാം കാലിയാണ്, ആരുമില്ല, ഒരാൾ പോലും ഇല്ല. ഇനി മുസ്ലിം കോട്ടയുണ്ട്, ഒരു മുസ്ലിം കോട്ടയുണ്ട്, അതൊരു 5 പേരുണ്ട് മുസ്ലിം കോട്ടയിൽ. ലാറ്റിൻ കാത്തലിക്സ് 0, OBC 0, വിശ്വകർമ്മ 0, SIUC നാടാർ 0, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേഴ്സ് ടു ക്രിസ്ത്യാനിറ്റി 0, ധീവര 0, ഹിന്ദു നാടാർ 0. മുസ്ലിമും ഒഴികെ വേറെ ഒരു കമ്മ്യൂണിറ്റിയിലും ഒരാൾ പോലും ഇല്ല. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വികലാംഗർക്കുള്ള കോട്ടയുണ്ട്. അതിൽ ലോ വിഷൻ ബ്ലൈൻഡ്നെസ്, കണ്ണ് കാണാത്ത 3 പേര്. ആ 3 പേര് മുസ്ലിങ്ങളാണ്. ഇസ്മയിൽ ഇബ്രാഹിം, ഷാഹുൽ ഹമീദ്, സാജിദ് എസ്. ചെവി കേൾക്കാത്ത ഹിയറിംഗ് ഇമ്പയർഡ് അബ്ദുൽ ലത്തീഫ്. ലോക്കോമോട്ടർ ഡിസബിലിറ്റി, നടക്കാൻ വയ്യാത്ത, കാല് വയ്യാത്ത ജസ്ന PJ, അബൂബക്കർ സിദ്ദിഖ്, 2 മുസ്ലിംസ്. എന്ന് പറഞ്ഞാൽ 3 കോട്ട, ജനറൽ കോട്ട, മുസ്ലിം കോട്ട, അംഗവൈകല്യ കോട്ട. ഇതിലെല്ലാം ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലിക്ക് വന്നിട്ടുള്ളത് 100% മുസ്ലിമാണ്. ഏകദേശം 75 കൊല്ലമായിട്ട് കേരളത്തിൽ അറബി പഠിപ്പിക്കുന്നുണ്ട് ഗവൺമെൻറ് ലെവലിൽ. 75 കൊല്ലമായിട്ട് ഇവർക്കെല്ലാം സംവരണമുണ്ട്. സംവരണ കോട്ട ഉണ്ടായിട്ട് പോലും മറ്റു ഒരു സമുദായത്തിൽ നിന്നും ഒരാൾ പോലും ഇത് പഠിക്കുന്നില്ല, ഈ ജോലി കിട്ടുന്നില്ല. ജസ്റ്റ് നിങ്ങളെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ശല്യതന്ത്ര, ആയുർവേദമാണ്. ശല്യതന്ത്ര എനിക്കെന്താണെന്ന് അറിയില്ല, ആയുർവേദത്തിലെ എന്തൊരു വാക്കാണ് ശല്യതന്ത്രം. അതും ലിസ്റ്റ് ഇറങ്ങിയേക്കുന്നത് 27/1/2024 ജസ്റ്റ് ഒരാഴ്ച മുമ്പ്, ഈ കഴിഞ്ഞ ആഴ്ച. അതിൽ മെയിൻ ലിസ്റ്റിൽ 12 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 7 പേര് റിസർവ് കമ്മ്യൂണിറ്റിയാണ്. വിശ്വകർമ്മ, മുസ്ലിം, ഇഴവ, തീയ, ഇഴവ. ഇത് EWS ഒരാളുണ്ട്. ബാക്കിയുള്ള 1, 2, 3, 4, 5 പോസ്റ്റ് ജനറലാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ, ഒരു 10ാമത്തെ പ്രാവശ്യം ആവർത്തിക്കുകയാണ്. ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജാതിയല്ല. 8 ലക്ഷം രൂപയിൽ കൂടുതൽ പ്രതിവർഷ വരുമാനമുള്ള SC ST ഒഴികെയുള്ള എല്ലാവരും ജനറലാണ്. അത് ഈഴവനാവാം, മുസ്ലിം ആവാം, ലാറ്റിൻ കാത്തലിക് ആവാം, നായരാവാം, നമ്പൂരി ആവാം, നസ്രാണി ആവാം, ആര് വേണമെങ്കിലാവാം. 8 ലക്ഷത്തിന് മേലെ പോയാൽ അതെല്ലാം ജനറലാണ്. അപ്പോൾ 5 പോസ്റ്റ് ജനറൽ. ഞാൻ നിർത്തുകട്ടോ. ഇപ്പോൾ ഒരു കാര്യം, ഇത്രയും ലിസ്റ്റുകളിൽ നിന്ന് ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ ലിസ്റ്റുകൾ ഞാൻ വായിച്ചപ്പോൾ, ഞാൻ ലിസ്റ്റ് കുറവെടുത്തേ, കാരണം ഒരു 4 പ്രഭാഷകരുണ്ട്. ഞാൻ തന്നെ ഒരുപാട് സമയം എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അന്ത്യപ്രഭാഷകൻ നമ്മുടെ സഖാവ് വേണുവാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം ചുരുക്കാൻ വേണ്ടി ഞാൻ വളരെ കുറച്ച് ലിസ്റ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷേ എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇത്തരം ലിസ്റ്റുകളിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലോ. കേരളത്തിലെ PSC നിയമനങ്ങളിൽ ഒരു സംവരണവും നാളെ ഇല്ല എന്ന് പറഞ്ഞാലും ഏതെങ്കിലും വളരെ ചെറിയ ചില ന്യൂനപക്ഷ ജാതികളുണ്ട്. ഈ ഇപ്പോൾ പറഞ്ഞ ജാതിയല്ലാത്ത അപൂർവ ജാതികൾ, നമുക്കറിയാൻ പാടില്ല, തമിഴ് ജാതികൾ, തെലുങ്ക് ജാതികളൊക്കെ കേരളത്തിലുണ്ട്. അത്തരം കുറച്ച് ജാതികളും ആദിവാസികളും ഒഴികെയുള്ള എല്ലാവരും മെറിറ്റിൽ തന്നെ ജോലിക്ക് വരും. കാരണം 1936 കേരളത്തിൽ സംവരണം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ 100 വർഷമാകുമല്ലോ. ഈ 100 വർഷത്തിൽ 5 or 6 തലമുറ സർക്കാർ ജോലി ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ആദ്യം സർക്കാർ ജോലി കിട്ടിയ ആളുടെ മകനോ മകളോ ഒക്കെ ജോലിക്ക് കയറി, അവരുടെ മക്കൾ കയറി. ഇതൊരു പാരമ്പര്യ കുലത്തൊഴിലാണല്ലോ സർക്കാർ ജോലി. കള്ളി എത്തുന്ന പോലെയും കരിവാൻ്റെ പോലെയും തട്ടാൻ്റെ പോലെയൊക്കെ തന്നെയാണ് ഈ സർക്കാർ ജോലി. ഒരു പാരമ്പര്യ തൊഴിലാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയ ഒരുത്തൻ, ഞാനടക്കം ഞാൻ സർക്കാർ സർവീസിലായിരുന്നു. എൻ്റെ 2 മക്കളെയും സർക്കാർ സർവീസിൽ കയറാൻ ആഗ്രഹിച്ചു. ഒരാൾ കയറി, ഒരാൾ കയറിയിട്ടില്ല. താൽക്കാലിക ജോലിക്ക് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം കൂലിപ്പണിക്ക് പോകണമെന്നോ തൊഴിലുറപ്പിന് പോകണമെന്നോ പ്രൈവറ്റ് കമ്പനി പോകണമെന്നോ അല്ല. എൻ്റെ മക്കളും സർക്കാർ ജോലി കയറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു കുലത്തൊഴിലാണ്, ഒരു പാരമ്പര്യ തൊഴിൽ തന്നെയാണ്. കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഗതി കെട്ടുകൊണ്ടാണ് മറ്റു ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഈ രംഗത്ത് 936 മുതൽ തിരുവിതാംകൂറിലും 920 മുതൽ മലബാറിലും ജാതി അടിസ്ഥാനത്തിലൊക്കെയുള്ള സംവരണങ്ങളുണ്ട്. അങ്ങനെ കയറിയവരുടെ മക്കളും മക്കളൊക്കെ ആയിട്ട് ഇന്ന് ഒരു വിഭാഗം കയറുന്നുണ്ട്. ഒരു സംവരണമില്ലെങ്കിലും ഏത് വ്യക്തിക്കും കേരളത്തിൽ കയറാൻ കഴിയും. ആകെ വേണ്ടത് ചില്ലറ പൈസ, ജോർജ് ഊട്ടി, ചിക്കൻ, പല ഓപ്പൺ പേരുണ്ട്. കാരണം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോകാം. ഇപ്പോൾ നമ്മൾ തന്നെ ഈ ഇന്നത്തെ ഈ പരിപാടിയുടെ പരസ്യം ചെയ്തേക്കുന്നത് ഒരു കോച്ചിങ് സെൻ്ററാണ്. ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നൊരു കോച്ചിങ് സെൻ്ററാണ്. ഈ കോടാലിലും കോച്ചിങ് സെൻ്റർ ഉണ്ട്, കൊടകരുണ്ട്, ചാലക്കുടി, തൃശ്ശൂർ എല്ലാം 100 കണക്കിന് കോച്ചിങ് സെൻ്റർ ഉണ്ട്. അവിടെ പോയി പഠിക്കാനുള്ള സാമ്പത്തികം മാത്രമേ വേണ്ടൂ. വേറെ നിങ്ങൾ ജനിച്ച ജാതിയൊക്കെ ഇറലവൻ്റാണ്, അർത്ഥശൂന്യമാണ്. നിങ്ങൾ പഠിക്കാൻ അല്പം താല്പര്യവും പണം മുടക്കാൻ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ രസകരമാണ്. എനിക്ക് ഈ സ്ക്രീനില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട്. ഞാനിങ്ങനെ വായിക്കുന്നതുകൊണ്ട് ഒരു പടം കാണുന്നത് 1000 വായനയ്ക്ക് തുല്യമാണ്. ഞാൻ എത്ര പ്രാവശ്യം വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ സ്ക്രീനിൽ കാണിച്ചാൽ ഒറ്റ കാഴ്ചയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാഴ്ച 1000 കേൾവിക്ക് സമമാണ്. ഞാൻ പറയാം, ഗവൺമെൻറ് ഓഫ് പുതുച്ചേരി സെൻട്രൽ, ഇത് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിന് പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ കേരളം കഴിഞ്ഞു. സെൻട്രലൈസ്ഡ് അഡ്മിഷൻ കമ്മിറ്റി, കാമരാജാർ മണിമണ്ഡപം, കാരുവാടിക്കുപ്പം, പുതുച്ചേരി സർക്കാരിൻ്റെ ഒരു ലിസ്റ്റാണ്. കട്ട് ഓഫ് മാർക്സ് 2022-23 MBBS ഡിഗ്രി കോഴ്സ് ഗവൺമെൻറ് കോട്ട. ഗവൺമെൻറ് കോട്ടയിൽ MBBS ഡിഗ്രിക്ക് നീറ്റ് പരീക്ഷ എഴുതിയ ആളുകളിൽ നിന്ന് റിസൾട്ട് ഞാൻ വായിക്കുന്നത്, ഞെട്ടുന്ന റിസൾട്ട്. ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ പോണ്ടിച്ചേരി, അവിടേക്ക് അപേക്ഷിച്ച ആളുകൾ നീറ്റ് എഴുതി റിസൾട്ട് കിട്ടി. എന്നിട്ട് ഓരോ കോളേജിലേക്ക് പ്രത്യേകം അപേക്ഷിക്കും. അപ്പോൾ നീറ്റ് സ്കോർ അനുസരിച്ചാണ് എടുക്കുക. അതിൽ പുതുച്ചേരിയിലും കാരക്കലിലും മാഹി, യാനം. നിങ്ങൾക്കറിയാം, പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ സംസ്ഥാനം 4 പ്രദേശത്തുണ്ട്. കേരളത്തിലെ മാഹി, തമിഴ്നാട്ടിൽ കാരക്കലും പുതുച്ചേരി, ആന്ധ്രയിൽ യാനം. ഇതെല്ലാം കൂടിയാണ് പോണ്ടിച്ചേരി സ്റ്റേറ്റ്. അപ്പോൾ ഈ 4ൻ്റെയും റാങ്ക് വ്യത്യാസമാണ്. കാരണം ഓരോ പ്രദേശത്തും മനുഷ്യരുടെ റാങ്ക് വ്യത്യാസപ്പെടും. അതിൽ ജനറൽ കോട്ടയുടെ കട്ട് ഓഫ് 482 ജനറൽ. ഞാൻ എപ്പോഴും വീണ്ടും പറയുന്നത്, ജനറൽ എന്ന് പറയുമ്പോൾ അത് ജാതിയല്ല. 8 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള എല്ലാവരും ജനറലാണ്. OBCക്ക് 474, MBC മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് 437, ഷെഡ്യൂൾഡ് കാസ്റ്റ് 235, ബാക്ക്വേർഡ് ട്രൈബ്സ് 139, ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം 137, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് 449. കട്ട് ഓഫ് മാർക്കാണ്. ഈ മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾ എടുക്കുള്ളൂ. അതിൽ EWS എന്നൊരു കോളുണ്ട്. എത്ര മാർക്ക് അറിയുമോ? 127. ഈ പറഞ്ഞ എക്സ്ട്രീംലി ബാക്ക്വേർഡിനേക്കാളും ബാക്ക്വേർഡ് ട്രൈബിനേക്കാളും ഷെഡ്യൂൾഡ് കാസ്റ്റിനേക്കാളും മോസ്റ്റ് ബാക്ക്വേർഡിനേക്കാളും അതർ ബാക്ക്വേർഡിനേക്കാളും കുറഞ്ഞ കട്ട് ഓഫാണ് EWSന്. ആരാണ് EWS? EWS മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അത് മുന്നാക്കത്തിലെ പിന്നോക്കമാണ്. ബാക്കി ജനറൽ കാസ്റ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ആരും ആവാം, 8 ലക്ഷം മേലെ വരുമാനമുള്ള ആരും ആവാം. അപ്പോൾ അവൻ്റെ റാങ്ക് 127 OBCയുടെ കട്ട് ഓഫ് 474. യു സീ ദ ഡിഫറൻസ്. അടുത്ത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ 3 ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ് ജോലിക്ക്. ഒന്ന് UPS, നമുക്കറിയാം IAS IPS ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് UPS, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ ഈ സിവിൽ സർവീസ് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ലെവലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അത് കൂടാതെ റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരേ ഒരു ഏജൻസി റെയിൽവേയിൽ മാത്രമാണ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ പല
കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഒരു സെലക്ഷൻ നടത്തി. അതിൻ്റെ ലിസ്റ്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററുടെ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ ഡിപ്ലോമയുണ്ട്. PG വിത്ത് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ക്വാളിഫിക്കേഷനാണ്. അത് ചെറിയ വളരെ ദരിദ്രരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കൊന്നും സാധിക്കില്ല. അത്രയും വിദ്യാഭ്യാസം വേണം. അങ്ങനെയുള്ള പോസ്റ്റിൻ്റെ ഈ കഴിഞ്ഞ 2023 അവസാനം വന്നൊരു ലിസ്റ്റാണ്. കട്ട് ഓഫ് മാർക്ക് ഞാൻ വായിക്കുന്നില്ല. SC കാൻഡിഡേറ്റ്സ് എത്രത്തോളം കാൻഡിഡേറ്റ് അവൈലബിൾ കാണിക്കണം. SC 777, ST 240, OBC 1208, EWS 435, UR എന്ന് പറഞ്ഞാൽ ജനറൽ ആൻഡ് റിസർവ്ഡ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് UR. ജനറൽ എന്ന് പറയും, UR എന്ന് പറയും. UR 450, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ശാരീരിക വൈകല്യം 78, ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ് 15, വിഷൻ ഹാൻഡിക്യാപ്ഡ് കണ്ണ് കാണാത്തവർ 14. അങ്ങനെ കുറേ പേരുണ്ട്. അതിൽ ഏറ്റവും തമാശ, ഈ കട്ട് ഓഫ് മാർക്സിൽ URൻ്റെ കട്ട് ഓഫ് 134 മാർക്കാണ്. OBCക്ക് 110, STക്ക് 76, SCക്ക് 82, അങ്ങനെ മറ്റേ ഹാൻഡിക്യാപ്ഡിനൊക്കെ വേറെ വേറെ. EWSൻ്റെ കട്ട് ഓഫ് 51.2. ശ്രദ്ധിച്ച് കേൾക്കണം. EWSൻ്റെ കട്ട് ഓഫ് OBCയേക്കാളും SCയേക്കാളും STയേക്കാളും താഴെയാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്കത് മനസ്സിലാക്കാൻ വേണ്ടി. അത് മുന്നോക്ക ജാതികളിലെ പിന്നോക്കക്കാർ, സാമ്പത്തികം കുറഞ്ഞ ആളുകളുടെ കട്ട് ഓഫ് മാർക്ക് SC ST OBC വിഭാഗങ്ങളെക്കാൾ താഴെ. ഓക്കെ, അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിട്ടുണ്ട്. ഇതിനടിയിൽ ലിസ്റ്റ് കൊടുത്തു. നോട്ട് 1. In addition to number of UR candidates shown above, 236 SC, 44 ST, 674 OBC, 195 EWS and some other people, they were qualifying at the UR standard have been shown under their respective categories. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് വായിച്ച ഓരോരോ ഗ്രൂപ്പുകളുടെ താഴെ കാണിച്ച ആ നമ്പറുകൾ, അവരിൽ ഇത്ര ആളുകൾ URൻ്റെ കട്ട് ഓഫ്, ഏറ്റവും ഉയർന്ന കട്ട് ഓഫാണ് URന്. എത്ര? 134. ആ 134 കട്ട് ഓഫ് വാങ്ങിയവരാണ് SC ST OBC ഒക്കെ ഇത്ര ആളുകൾ എന്ന് പറയും. കഴിഞ്ഞു, എൻ്റെ ഇത് കഴിഞ്ഞു. അടുത്ത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു സെലക്ഷൻ ലിസ്റ്റോട് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. അത് ഡിഗ്രി പാസ്സായ ആൾക്കാരെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയും. ഇവിടെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ? സിവിൽ സർവീസിൻ്റെ തൊട്ട് താഴെയുള്ള എക്സാമിനേഷനാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ആരും എഴുതിയിട്ടുണ്ടോ? അറിയില്ല. ആരെങ്കിലും മക്കൾ എഴുതിയിട്ടുണ്ടോ? CGL ആരും എഴുതിയിട്ടില്ല. ശരി, ഓക്കെ. അപ്പോൾ ആ ടെസ്റ്റിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞാൻ ചുരുക്കി പറയുക, സമയം അതിക്രമിച്ചു 3:30. അതിൽ UR 6384 പേര് പാസ്സായി. 287 കട്ട് ഓഫ്. 287 കട്ട് ഓഫിൽ 6384 പേര് ആ പരീക്ഷ പാസ്സായി, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. അതിൻ്റെ ഏറ്റവും വലിയ രസം, ആ അത്രയും പേര് പാസ്സായി. അത് കൂടാതെ ഇൻ അഡീഷൻ ടു ദി UR കാൻഡിഡേറ്റ് ഷോൺ അബവ്, 1066 SC, 247 ST, 6925 OBC, 3513 EWS, 29 ESM, 43 OH, HH, VH, കുറേ പേര് കാണിച്ചിട്ടുണ്ട്. അത്രയും പേര് കൂടെ ഈ URൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ URൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത മുന്നോക്കക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ 6300 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ 6925 പേര് OBCയിൽ പെട്ടവർ തന്നെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അതിൽ കൂടുതൽ ആൾക്കാർ URൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. ഇത് മതി, ഇത്രയും മതി. ലിസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ തന്നെ ബോറടിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ് നമ്മുടെ സന്ദേശം.
നമ്മുടെ സന്ദേശം ഇത് തന്നെയാണ്, നമ്മുടെ വിഷയം ഇത് തന്നെയാണ്. ഒരുപക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ഈ രീതിയിലൊരു വിഷയം അവതരിപ്പിച്ചത് കോടാലി SM സ്കൂളിൻ്റെ വേദിയിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, സാധ്യതയുണ്ട്. മുന്നോക്കക്കാർക്ക് സംവരണം കൊണ്ടുവന്നത് EWS സംവരണം കൊണ്ടുവന്നപ്പോഴാണ് യഥാർത്ഥ മുന്നോക്കക്കാരുടെ ലെവല്, നില എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റി. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും എന്ന് മോഹൻലാൽ ഒരു സിനിമ പറയുന്നുണ്ട്, ഒരു പരസ്യത്തിൽ. അത് പരസ്യമാണെങ്കിലും സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാനും വിശ്വസിച്ചു. കാരണം ഞാൻ ഒരുപാട് ചായത്തോട്ടത്തിൽ പോയി, ചായത്തോട്ടം എപ്പോഴും ഉയർന്നതായിരിക്കും. ഊട്ടിയിൽ കൊടൈക്കനാലൊക്കെ ചായ, നമ്മുടെ കോടാലിൽ ചായ ഇല്ലല്ലോ. ഉയരം കൂടുന്തോറും ചായ രുചി കൂടുന്നവർക്ക് നമ്മൾ വിശ്വസിച്ചു, അത് ചായ എപ്പോഴും ഉയരത്തിലാണ് പോവുക, അപ്പോൾ അത് കൂടുന്തോറും രുചി കൂടും. അതുപോലെ ജാതിയിൽ ഉയരും തോറും ബുദ്ധിയിലും ഉയരും എന്നുള്ള ഒരു അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിലെ 99% ആളുകളും അറിഞ്ഞോ അറിയാതെയോ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ പൊളിച്ചടുക്കലാണ് ഞാനിപ്പോൾ ചെയ്തത്. അത് തെറ്റാണ്, 100% തെറ്റാണ്. മനുഷ്യൻ്റെ ബുദ്ധിശക്തിക്ക് നിങ്ങൾ പിറന്നു വീഴുന്ന ജാതിയുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം, വിദ്യാഭ്യാസ പശ്ചാത്തലം, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ താല്പര്യം, നിങ്ങളുടെ താല്പര്യം, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ക്വാളിറ്റി, ഇങ്ങനെ ബഹുമുഖമായ കാര്യങ്ങൾ നിങ്ങളുടെ ഉയർച്ചയെ, വിദ്യാഭ്യാസത്തെ, നിങ്ങളുടെ മെറിറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ പോകുന്ന കോച്ചിങ് സെൻറ്റർ, അവിടെ പോയ കാലഘട്ടം, നിങ്ങൾ കൊടുത്ത ഫീസ്, പലതും നിങ്ങളുടെ മെറിറ്റിനെ ബാധിക്കും. നിങ്ങൾ ജനിച്ചു വീണ ജാതി അപ്രസക്തമാണ്, ടോട്ടലി ഇറലവൻ്റാണ് എന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത പ്രഭാഷണത്തിന് ലൈംഗികതയും ആരോഗ്യവും എന്ന വിഷയത്തിൽ സംസാരിക്കാൻ ഡോക്ടർ രജനിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.